ഹലോ ഗൈസ്, വെൽക്കം ടു GJ Verse. ദിസ് ഇസ് മീ GJ. ഇന്ന് നമ്മൾ കുറേ നാളിന് ശേഷം ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടി. ആരുടെ നിന്നാണ്? നമ്മുടെ മുത്തിൻ്റെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സാംസങ് ഗാലക്സി S25 Ultra ആണ്. അപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. കാരണം എന്ന് പറഞ്ഞാൽ രാത്രി എനിക്ക് ഒരു ഷർട്ടിൻ്റെ കവർ കൊടുത്തൊരു സാധനമാണ് വന്നത്. 12 മണിക്ക് ഒരു ഷർട്ടിൻ്റെ കവർ കൊടുത്തൊരു സാധനം കൊണ്ടുവന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഞാൻ മനസ്സിലാകും ഒരു ഷർട്ടാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വേറൊരു കവർ, അത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വേറൊരു ഗിഫ്റ്റ് ബോക്സ്. അത് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഗാലക്സി S25 Ultra. ലൈക്ക് എൻ്റെ ഒരു ഡ്രീം ഫോൺ എന്ന് തന്നെ പറയാം. കുറേ നാളായിട്ട് ഞാൻ സാംസങ്ങിൻ്റെ ഒരു S22 ആണ് യൂസ് ചെയ്തിരുന്നത്. അതിൽ ഒരുപാട് പ്രോബ്ലംസ് മറ്റും ഫേസ് ചെയ്യേണ്ടി വന്നു. സോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ഒക്കെ യൂസ് ചെയ്യേണ്ടി വന്നു. എനിവേസ് ഇപ്പോൾ ഞാനൊരു ഫോണിൻ്റെ ആവശ്യത്തിന് ലൈക്ക് ഒരു ഫോൺ എനിക്കൊരു ഭയങ്കര ഒരു നീഡായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു S25 Ultra കിട്ടുന്നത്. സോ താങ്ക് യു സോ മച്ച് മുത്ത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ തുറന്നു പോലും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് കാണാം, സീലൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. സോ ഞാനിത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുക. സോ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബോക്സ്. ഇങ്ങനെ ചെറിയൊരു സീലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ സീലൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, എളുപ്പം നടക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ അത് രണ്ട് സൈഡിൽ നിന്ന് ഇളക്കി കഴിഞ്ഞു. സോ നമുക്കിത് മാറ്റി വയ്ക്കാം. സോ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ബോക്സാണ്. നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഗാലക്സി S25 Ultra. കണ്ടല്ലോ, ഇത് ഭംഗിയായിട്ട് ഇത് ടൈറ്റാനിയം ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, 3 മെയിൻ ആയിട്ടുള്ള ക്യാമറ, ഒരു ക്യാമറ ചെറുതൊരെണ്ണം വന്നിട്ടുണ്ട്, പിന്നെ ഫ്ലാഷ് ഉണ്ട്. എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. നമുക്ക് എന്തായാലും ഫോൺ എടുത്ത് നോക്കാം. എടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ പോലൊരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ആഹാ, എടുക്കുമ്പോൾ തന്നെ കഴിഞ്ഞ കൊല്ലത്തെ S24 Ultra'യിൽ നിന്ന് മാറ്റി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ സൈഡ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അവർ ഒരു ബോക്സി ഡിസൈനാക്കി മാറ്റിയിട്ടുണ്ട്. സൈഡൊക്കെ ടൈറ്റാനിയമാണ് പരിപാടി. നല്ല കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഒരു 14 ഗ്രാമൊക്കെയാണ് കുറവ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 6.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ആ ഒരു കോർണേഴ്സിലൊക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണെന്നൊക്കെയാണ് പറയുന്നത്. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് പീൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഗാലക്സി S25 Ultra ഓൺ ചെയ്ത് നോക്കാം. ഓണായി കഴിഞ്ഞു. സാംസങ് ഗാലക്സി സെക്യൂർഡ് ബൈ നോക്സ്. സോ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആളല്ല, ഞാൻ ഒരു ടെക് എക്സ്പേർട്ടൊന്നുമല്ല. എങ്കിലും ബേസിക് ഫീച്ചേഴ്സ് പറയാം. നമ്മുടെ ഇത് എന്ന് പറയുന്നത് 256 GB മെമ്മറി വന്നിട്ടുള്ള ഒരു ഫോണാണ്. സോ ആദ്യം കണ്ടില്ലേ, വെൽക്കം എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. സോ ഞാൻ ഇനി ഇതിൻ്റെ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ആണ് ഇത് സെറ്റപ്പ് ചെയ്തൊക്കെ എടുക്കാൻ കുറേ സമയം എടുക്കും. ഞാൻ എന്തായാലും ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് മാത്രം ഒന്ന് പറയാം. ഇത് ഒരു 256 GB വരുന്ന വേരിയൻ്റ് ആണ്. നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചേക്കാം സൈഡിലേക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തായിരിക്കണം നമ്മുടെ ചാർജറും പരിപാടികളും ഒക്കെ ഉണ്ടാവുക. ഒരു സിം ഇജക്ട് ചെയ്യാനുള്ള ടൈപ്പ് പിന്ന് വന്നിട്ടുണ്ട്. സിം ട്രേയുടെ ഇജക്ടർ പിന്ന്. ഇതാണ് ആ സാധനം. പിന്നെ നമുക്ക് മാനുവൽ ഉണ്ടായിരിക്കും. സ്വാഭാവികമായും മാനുവലും മറ്റു സാധനങ്ങളുമാണ് വരേണ്ടത്. ഇതാണ് നമ്മുടെ മാനുവൽ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുവിധം പരിപാടികളൊക്കെ അറിയാം. എന്നാലും ജസ്റ്റ് ഇൻ കേസ് ഓഫ് എമർജൻസി മാനുവലുണ്ട്. പിന്നെ ഇതാണ് ചാർജിങ് കേബിൾ വരുന്നത്. C to C ആണ്, അറിയാലോ. ഇതിൽ വരുന്ന 45 വോട്ടിൻ്റെ ചാർജിങ് ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ സ്ഥിരം പരിപാടി എന്ന പോലെ തന്നെ ഇത്തവണ ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ചാർജറിന് എക്സ്ട്രാ വരുന്നത് 3500 രൂപയാണ്. നമ്മളൊരു ഓഫറൊക്കെ പോയിട്ട് 3000 രൂപയ്ക്ക് ചാർജർ മേടിച്ചിട്ടുണ്ട്. സോ ഇതാണ് ചാർജർ. ഞാൻ ചാർജറും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഇതാണ് ചാർജർ. 45 വാട്ടിൻ്റെ ചാർജറാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. എന്തായാലും നമ്മൾ ആ ഫോൺ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റപ്പ് ചെയ്തെടുക്കണം. കുറേ പരിപാടികളുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫ് വരുന്നത് 5000 mAh ബാറ്ററിയാണ്. ശരിക്കും ബാക്കി ഫോണുകളുടെ കോമ്പറ്റീഷൻ, ബാക്കി ബ്രാൻഡ്സുമായിട്ട് കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു മോശമാണ് 5000 mAh. പക്ഷേ സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം 5000 mAh വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ രീതിയിൽ ഗെയിമിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 31 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ഒരു സിംഗിൾ ചാർജിൽ നിൽക്കുക എന്നാണ് അവർ പറയുന്നത്. നമ്മളെപ്പോഴും ബാറ്ററി ഒരു 20-80 ഇടയ്ക്ക് പിടിക്കുന്നതാണ് നല്ലത്. 20 താഴെ പോകാതെ 80 മേളിൽ പോകാതെയും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ കുറേ നാളങ്ങനെ നിന്ന് പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബാറ്ററി ബൾജായി നശിച്ചു പോയ ഒരു ഫോണിൻ്റെ ഉടമയാണ് ഞാൻ. സോ എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. സോ അതുകൊണ്ട് നമ്മൾ ബാറ്ററി നമ്മൾ എല്ലാം കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക. പിന്നെ Snapdragon 8 Eliteൻ്റെ ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കിടിലൻ പ്രോസറാണ്. നമുക്ക് ഗെയിമിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പോകും. 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.9 ഇഞ്ചാണ് വരുന്നത്. നമ്മുടെ ആ ഒരു ചുറ്റുമുള്ള ഒരു ബോർഡർ സാധനം കഴിഞ്ഞ കൊല്ലത്തെ കാട്ടി അത് കുറച്ചിട്ടുള്ളത് 6.9 ആ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 14 ഗ്രാം കുറവ് വന്നിട്ടുണ്ട്.
ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു 14 ഗ്രാമിന്റെ ആ ഒരു കുറവെന്ന് പറഞ്ഞാൽ വളരെ ഒരു നല്ലൊരു കുറവാണ്. കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു ഡിസൈനിൽ നിന്ന് ഇതിനൊരു കുറച്ചുകൂടെ ഒരു ബോക്സി ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. സൈഡ്സ് ഒക്കെ ടൈറ്റാനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കളർ എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം ബ്ലാക്ക് ആണ്. പിന്നെയും ഒരുപാട് കളർ വേരിയൻസ് വരുന്നുണ്ട്. ഈ ആമസോണിലും മറ്റും അല്ലാതെ ഈ സാംസങ്ങിന്റെ ഡയറക്റ്റ് സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ പിന്നെ ഒരു 2-3 കളർ വേരിയന്റ് വരുന്നത്. ടോട്ടൽ ഒരു 6 വേരിയൻസ് ആണ് വരുന്നത്. അതിൽ തന്നെ ടൈറ്റാനിയം ബ്ലാക്ക് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ക്യാമറ അറിയാലോ, ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 12 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. ഈ മെഗാ പിക്സൽ നോക്കേണ്ട, ബാക്കിൽ കോമ്പിനേഷനായിട്ട് 200 മെഗാ പിക്സൽ വരുന്നുണ്ട്. ഇത് പിക്സലൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഇമേജിന്റെ പ്രോസസ്സിംഗ് പരിപാടിയിലാണല്ലോ ഇതിന്റെ കളി ഇരിക്കുന്നത്. എയുടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ്. എയുടെ ഒരുപാട് ഫീച്ചേഴ്സിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിമൈൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ മോഹൻലാലിന്റെ ഒരു ഏറ്റവും പുതിയ സിനിമ വരുന്ന ദിവസം നോക്കി നമുക്കൊരു റിമൈൻഡർ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു നമ്മുടെ ഫോണിനെ ഒരു ശരിക്കും ഒരു അസിസ്റ്റന്റ് പോലെ തന്നെ ആക്കിയിട്ട് നമുക്ക് പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എനിക്കൊരു തരത്തിൽ നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് 7 വർഷം വരെയുള്ള ആൻഡ്രോയിഡിന്റെ അപ്ഡേറ്റുകൾ എല്ലാം തന്നെ വരുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് നമുക്കൊരു പോസിറ്റീവ് സൈഡായിട്ട് പറയാം. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ പറയാനുള്ളത് ഇതിൻ്റെ അകത്തുള്ള ഒരു വാട്ടർ റെസിസ്റ്റൻസിന്റെ കാര്യമാണ്. ഇത് സ്പ്ലാഷ് പ്രൂഫും ആണ്. പിന്നെ ഒരു 1.5 മീറ്റർ വരെ ഇതിന്റെ ഒരു സബ്മേർജിങ് പോസിബിൾ ആണ്. ഒരു മാക്സിമം ഒരു 30 മിനിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നേരെ എടുത്ത് വെള്ളത്തിലിട്ടൊന്നും നോക്കണ്ട. നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫോണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര സ്മൂത്തറായിട്ട് ഫീൽ ചെയ്തു. കഴിഞ്ഞ ഒരു സാംസങ്ങിന്റെ ഒരു S24 Ultra ഞാൻ മറ്റുള്ളവരിൽ നിന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ അതേ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്മൂത്തറായിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് ഫീൽ ചെയ്തു. സോ അതാണ് ഡിസ്പ്ലേയെ കുറിച്ച് പറയാനുള്ളത്. സോ ഇതൊക്കെയാണ് ഇനിഷ്യൽ അൺബോക്സിങ്ങിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. സോ ഇത് ഇനി ബാക്കി ഉപയോഗിച്ചാലേ എനിക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. സോ ബേസിക് ആയിട്ടുള്ള അൺബോക്സിങ് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ള ഇതൊക്കെ തന്നെയാണ്. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Bus എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ്, അതുകൊണ്ട് നമ്മുടെ S25 Ultra വെച്ച് എടുത്ത് എത്തിക്കുന്ന ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.